Good morning, my dear friends. ഇംഗ്ലീഷ് ലേണിംഗിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പുതിയത് അല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുമ്പ് ചെയ്ത ഒരു ആക്ടിവിറ്റിയുടെ ഒരു മറ്റൊരു ലെവലാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് നമ്മളെ ഇംഗ്ലീഷ് മാസ്റ്റർ കോഴ്സിന്റെ ആദ്യത്തെ ആക്ടിവിറ്റി ആയിരുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാനിപ്പോ ജസ്റ്റ് ഇവിടെ കാണിക്കാം. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. എനിവേ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം. നമ്മളൊരു മാപ്പ് കാണിച്ചു. ഈ മാപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡ്രൈവറെ പാർക്ക് ഹോട്ടലിലേക്ക് ഗൈഡ് ചെയ്യാണ് യാത്രക്കാരൻ, റൈറ്റ്? ഈ എക്സസൈസ് നമ്മൾ ചെയ്തു കഴിഞ്ഞാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റൈറ്റ്? So the driver was given these instructions. ഇപ്പൊ ഈ നിങ്ങളെ സ്ക്രീനിൽ കാണുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് ഡ്രൈവർക്ക് യാത്രക്കാരൻ നൽകുന്നത്. ഡെഫിനറ്റ്ലി നെക്സ്റ്റ് ലെവൽ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഈസ് the same statements, the same instructions we are shifting to as to what happens. നമ്മൾ മറ്റൊരാളോട് ചോദിക്കുകയാണ്, എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ഇതോടെ നിങ്ങൾ ചെയ്തത്, അല്ലെങ്കിൽ ചെയ്തത് എന്താണെന്ന് ചോദിക്കാം. വാട്ട് ഡസ് ദ ഡ്രൈവർ ഡു? ഇപ്പൊ ഇദ്ദേഹം ഇൻസ്ട്രക്ഷൻ കൊടുത്തു, ഡ്രൈവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തു. ഡ്രൈവറുടെ പേരാണ് രാജു. ഇപ്പൊ നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ ഇവിടെ കാണാം. ഇത്രയും ഇൻസ്ട്രക്ഷൻസ് കൊടുത്തതിന് നമ്മൾ എന്ത് ചെയ്യാണ്, നേരെ ഡ്രൈവർ എന്ത് ചെയ്യുന്നു എന്നതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. നമ്മൾ ഗ്രാമർ റൂൾസ് മനസ്സിൽ വെക്കേണ്ടതില്ല. ഇവിടെ ഇത്രമാത്രം നിങ്ങൾ ചെയ്യുക. വി ആർ ഗോയിങ് ടു മേക്ക് ഇറ്റ് ഹാബിറ്റ് ടു യൂസ് ദ റൈറ്റ് grammar. We are making it a habit. So when you are making it a habit, you will be autopiloted. എയർപ്ലെയിൻ മുകളിലോട്ട് പോകാൻ വേണ്ടി കുറച്ച് സ്ട്രെയിൻ എടുത്താലും ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓട്ടോ പൈലറ്റ് ആണ് വർക്ക് ചെയ്യുന്നത്. അവിടെ പൈലറ്റിന് വലിയ റോളില്ല. എന്നതുപോലെ തന്നെ നിങ്ങളൊരു ഹാബിറ്റ് ഫോം ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ ഹാബിറ്റിന് പിന്നെ നിങ്ങളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകും. ഒരു ജസ്റ്റ് ലൈക്ക് ആൻ ഓട്ടോ പൈലറ്റ്. So this is the technique that we are using here. We are not learning by heart the grammar rules, but what we are going to do here is, now we are looking into the same instructions. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ഇൻസ്ട്രക്ഷൻസിനെ ചെറിയൊരു മാറ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്തതാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്, റൈറ്റ്? So to drives out of the airport, he turns left into the zebra road. He turns left again into airport road. He turns left again into the airport road. He keeps straight on along airport road. He goes straight across the next roundabout and continues along airport road. He turns right at the traffic light. He goes along Malik Street and then he turns right at the roundabout. നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് ഡ്രൈവർക്ക് നൽകിയപ്പോൾ ഡ്രൈവർ ചെയ്തത് എന്താണെന്നല്ല നമ്മളിപ്പോൾ പറയുന്നത്. ചെയ്തത് എന്താണ് എന്നുള്ളത് നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് പറയാം. ഇപ്പോൾ നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുക. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ജസ്റ്റ് ഇതിന് മുമ്പുള്ള നമ്മളെ സ്ലൈഡ് ഉണ്ടല്ലോ, ആ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ എടുത്തതൊന്ന് ജസ്റ്റ് ഇങ്ങനെ പിന്നിലോട്ട് നോക്കുക. ഇത് മാത്രം നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ വാട്ട് ഡസ് ദ ഡ്രൈവർ ഡു? ഡ്രൈവർ എന്താണ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോ the driver drives out of the airport. ഇപ്പൊ ഡ്രൈവർ
എയർപോർട്ടിൽ നിന്നും വാഹനം പുറത്തേക്ക് എടുക്കുന്നു അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നു. Then he turns left into the sea road. Then he turns. അതിൽ വരുന്ന സെന്റൻസ് സ്ട്രക്ചറിൽ വരുന്ന സ്ട്രക്ചറൽ ചേഞ്ചസ് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. ഹി എന്ന് പറയുമ്പോൾ അത് സിംഗുലർ ആയതുകൊണ്ട് തന്നെ തുടർന്ന് വരുന്ന ഈ വേർബിന്റെ കൂടെ ഒരു യെസ് നമ്മൾ ഉപയോഗിക്കുക. അത് പ്ലൂരൽ ആണെങ്കിലോ ആ യെസിന്റെ ആവശ്യവുമില്ല. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഡ്രൈവർ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ടാണ് ഹി ടേൺസ് എന്ന് നമ്മൾ പ്രയോഗിച്ചതുപോലെ ഹി ഡ്രൈവ്സ് ഔട്ട് ഓഫ് ദ എയർപോർട്ട് റോഡ് നമ്മൾ പറഞ്ഞത്. യെസ് നമ്മൾ ആഡ് ചെയ്തത് നമ്മുടെ സബ്ജക്റ്റ് അഥവാ ഹി അഥവാ രാജു അതല്ലെങ്കിൽ ഡ്രൈവർ എന്താണ് സിംഗുലർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ വേർബില് യെസ് ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ തന്നെ പറഞ്ഞ് ശീലിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ സിംഗുലറിന് പകരം ഒരു പ്ലൂരൽ ആണ് വരുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യാം? പ്ലൂരൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഒരാളാണെങ്കിൽ സിംഗുലർ ആണ്, ഒരുപാട് പേരുണ്ടെങ്കിൽ ഒന്നിലധികം പേരുണ്ടെങ്കിൽ അത് പ്ലൂരൽ ആണ്. റൈറ്റ്? അപ്പൊ നമ്മൾ ഹി ടേൺസ് എന്നതിന് പകരം ദേ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവർ ഇടതോട്ട് വണ്ടി ടേൺ ചെയ്തു എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ചെയ്യുന്നു എന്നാണ് പറയുന്നതെങ്കിൽ ദേ ടേൺ ലെഫ്റ്റ് എന്ന് മാത്രമേ പറയുള്ളൂ, യെസ് ഉപയോഗിക്കില്ല. അതുപോലെ ഹി ഗോസ് അലോങ് മാലിക് സ്ട്രീറ്റ് എന്ന് പറഞ്ഞു കൊടുത്ത് ദേ ഗോ അലോങ് മാലിക് സ്ട്രീറ്റ് എന്നേ പറയുന്നുള്ളൂ പ്ലൂരലാണെങ്കിൽ. ഇവിടെ നമ്മൾ സിംഗുലർ ആയതുകൊണ്ട് അതിന്റെ കൂടെ യെസ് അഥവാ യെസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക, അത് പറഞ്ഞ് ശീലിക്കുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പറഞ്ഞ് അതൊരു ഹാബിറ്റ് ആയിട്ട് അത് ഓട്ടോ പൈലറ്റ് മോഡിലേക്ക്, അത് നമ്മളുടെ ടങ്ങിലേക്ക് ഓട്ടോമാറ്റിക്കലി ആൻഡ് നാച്ചുറലി ഇറ്റ് വിൽ കം. If you make it a practice, if you made it a habit, you will automatically speak English in the right way. ഇപ്പൊ റൈറ്റ് വേയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഈ കാണിച്ചത് നിങ്ങൾക്ക് സാമ്പിൾസ് ആണ്. ഇതെടുത്തുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ ഏതാനും ആക്ടിവിറ്റീസ്, ഞാൻ 1-2 എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് എടുത്തിട്ട് ചെയ്യുക. ഇതേപോലെ വാട്ട് ഡസ്, നമ്മൾ പേപ്പർ ബാഗ് ഉണ്ടാക്കുന്ന പ്രോസസ്സ് പറഞ്ഞല്ലോ, അതിനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ വാട്ട് ഡസ് ഹി ഡു എന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാം. എന്താണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ഞാൻ അവിടെ 2 പേപ്പർ എടുത്തിട്ട് ദ ടീച്ചർ ഫോൾഡ്സ് ദ പേപ്പർ ഫ്രം ബോത്ത് ദ സൈഡ്സ്, ഇതൊക്കെ ആ ആക്ടിവിറ്റിയും നിങ്ങളും ജസ്റ്റ് എടുത്തു നോക്കുക. അഡീഷണൽ ആയിട്ട് കുറച്ചധികം പ്രാക്ടീസസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രോസസ്സ് ഒന്നും കൂടി സ്പീഡപ്പ് ആക്കാം. സോ ലെറ്റ് us ഗെയിൻ മൊമെന്റം. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെ മുഴുവൻ ക്ലാസ്സുകളും കേട്ടവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഈസി ആയിരിക്കും. കാണാത്തവരാണെങ്കിൽ ഒന്ന് ബാക്കിലോട്ട് പോയിട്ട് ഇംഗ്ലീഷ് മാസ്റ്ററി കോഴ്സിന്റെ ഓരോ വീഡിയോസും ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് കാണുക. അതിൽ പറഞ്ഞതുപോലെ പ്രാക്ടീസ് ചെയ്യുക. ഈ പ്രാക്ടീസ് മാത്രമേ നിങ്ങളുടെ സക്സസ് ഗ്യാരണ്ടി ചെയ്യൂ. അത് ചെയ്യാതെ ജസ്റ്റ് നിങ്ങൾ കണ്ടു അറിഞ്ഞു എന്നതുകൊണ്ട് നമ്മുടെ നാവിലേക്ക് ഇത് വരില്ല. So we have to shift from knowing mode to the doing mode. Action speaks louder than words. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, ഇത് നിങ്ങൾ ചെയ്യുക. ഈ ആക്ടിവിറ്റി ഞാനിപ്പോൾ പറഞ്ഞത് ക്ലിയർ ആണെന്ന് മനസ്സിലാക്കുന്നു. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.